ജാമ്യം തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് തൻ്റെ ഈ അധ്വാനം 9 മാസം മുമ്പ് തുടങ്ങിയതാണെന്ന്. അപ്പോഴും നമുക്കറിയേണ്ട കാര്യം, ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ CCTV മോണിറ്റർ ചെയ്യുന്ന റൂമിൽ ആ സവിശേഷമായ അന്നേ ദിവസം മാത്രമാണോ ഡ്യൂട്ടിക്ക് ആളില്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ സ്ഥിതി? നമുക്കത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സുഹേല, ആ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും ആ ദിവസം ഗോവിന്ദചാമി ജയിൽ ചാടിയ ദിവസം CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഡ്യൂട്ടിയിൽ ആളുണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അത് പ്രാഥമികമായി ജയിൽ DAG ജയിൽ മേധാവിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി നമ്മൾ എണ്ണമിട്ട് ഈ ഗുരുതര സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് എണ്ണമിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ ആസൂത്രണം മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ, അതായത് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം ഇതെങ്ങനെ പുറത്തു കിടക്കുമെന്നതിനെ സംബന്ധിച്ച് ഗോവിന്ദചാമി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിൽ മറ്റാർക്കും അതിൽ ആസൂത്രണത്തിൽ പങ്കില്ല എന്നതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നത്. പക്ഷേ അതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആസൂത്രണം ആദ്യഘട്ടത്തിൽ നടത്തുന്നു. അപ്പോൾ ഈ ഇരുമ്പ് കമ്പികൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ വേണം. ആ ആയുധത്തിന് വേണ്ടി അയാൾ ഈ ബ്ലേഡിന് സമാനമായ വസ്തു അത് പിന്നീട് ഇതിന് പറ്റുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിനുശേഷം അത് ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി ആ നൂല് വെച്ച് കെട്ടി അത് മറച്ചു വെക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ അത് വിശ്വസിക്കുന്നു. അങ്ങനെ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുത്തിട്ടുള്ള ആസൂത്രണം, അതിനുശേഷം ഇത് പതിയെ ഈ കമ്പികൾ മുറിച്ചു തുടങ്ങുന്നു. അപ്പോഴൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ ഗുരുതരമായിട്ടുള്ള വീഴ്ച. അത് ഇത്തരം സാധനങ്ങളൊക്കെ ഈ സെല്ലിൽ സൂക്ഷിച്ചതൊന്നും ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല, പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഒന്നാമത്തെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ്. രണ്ടാമത് ഇത് ഈ കാര്യങ്ങൾ ഈ നൂല് കൊണ്ട് കെട്ടിവെച്ചിട്ട് പോലും ആ കാര്യത്തിൽ കൂടുതൽ അതൊന്ന് നോക്കാനോ പരിശോധിക്കാനോ തയ്യാറായില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. മറ്റൊന്ന്, ദിനംപ്രതി നടക്കുന്ന പരിശോധനകൾ കൃത്യമായി ഈ സെല്ലിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ പ്രത്യേക സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അവർ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ദിവസേന റൊട്ടീൻ പരിശോധനകൾ കൃത്യമായി ഈ സെല്ലിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആ സെല്ലിൽ അത്തരം പരിശോധനകൾ ആ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം പിന്നീട് ഇയാൾ ഈ കൃത്യത്തിലേക്ക് കടക്കുകയാണ്. ഇയാൾ ഇത് പതിയെ ഈ ഇരുമ്പ് കമ്പി മുറിക്കുകയാണ്. പതിയെ അത് മുറിച്ച് അയാൾ തിരികെ വരാം. എന്തായാലും നിർണായക ദൃശ്യങ്ങൾ പുറത്തു വരുന്ന മണിക്കൂറാണ്. സുരക്ഷാ വീഴ്ച കൂടുതൽ ബലപ്പെടുത്തുന്ന മണിക്കൂറുകൾ കൂടി. സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.